താങ്കൾ പറയുന്നത്. ഡോക്ടർ ജി ഗോപകുമാർ, വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണോ ഇപ്പോൾ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ നടത്തിയിട്ടുള്ളത്? മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, BJP പിടിക്കുന്ന വോട്ടുകൾ അത് കോൺഗ്രസിനും UDF-നെയും ദോഷകരമായി ബാധിക്കും. അതിൽ നിന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. BJP പിടിച്ച വോട്ടുകൾ അത് കോൺഗ്രസിന്റെയും UDF-ന്റെയും മാത്രമല്ല, അതിൽ ഗണ്യമായ രീതിയിൽ CPM-ന്റെ കേഡർ വോട്ടുകൾ പോലും ഉണ്ടായിരുന്നുവെന്ന്. അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴും കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ? മഞ്ജുഷ ആദ്യം പറഞ്ഞ കാര്യം, ഹസ്കർ എടുത്ത നിലപാട്, അദ്ദേഹം വിവരിച്ച കാര്യങ്ങൾ ഒരു വലിയ പരിധിവരെ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയാണ്. ആത്മാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങൾ, ആത്മപരിശോധന നടത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഹസ്കർ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടിനെക്കുറിച്ച് അത് നേരത്തെ മറ്റൊരാൾ മുസ്ലിം ലീഗിൻ്റെ നേതാവും അത് പറയുകയുണ്ടായി. അതിലും വസ്തുതയുണ്ട്. കാരണം ഇടതുപക്ഷം ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? 1987 എല്ലാ വർഗീയ കക്ഷികളെയും പുറത്താക്കി തനിച്ച് കൂടെ ഇടതുപക്ഷ പാർട്ടികളല്ലാതെ മറ്റ് സഖ്യകക്ഷികളില്ല, ലീഗോ മറ്റ് വിഭാഗങ്ങളോ അതിൻ്റെ എതിർവിഭാഗങ്ങളോ ഇല്ലാതെ തനിച്ച് നിന്ന് 87 വിജയിച്ച LDF ഇന്ന് എവിടെ നിൽക്കുകയാണെന്നൊരു ആത്മപരിശോധന നടത്തണം. ഭാസ്കർ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ആ നിലയ്ക്ക് കാണിച്ച ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സ്, ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് തന്നെയാണ് കാണിച്ചത്, യാതൊരു സംശയവുമില്ല. വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിച്ചേർത്ത് അയ്യപ്പ മഹാസംഗമത്തിന് ചെല്ലുക, വെള്ളാപ്പള്ളി പറയുന്ന അത്രയും ഒരു സമൂഹത്തെ ആക്ഷേപിച്ച് പറയുക. അപ്പോൾ മറുവശത്ത് അതുപോലെ കൺസോളിഡേഷൻ ഉണ്ടാകും എന്നുള്ളൊരു സെൻസ് അവിടെ ആലോചിച്ചില്ലല്ലോ. അതുമാത്രമല്ല, ആശയപരമായി ഇങ്ങനെ തമ്മിലടുപ്പിക്കുന്നതാണോ മതേതരത്വം? ആ നിലയ്ക്ക് എടുത്ത നിലപാടുകൾ, CPM എടുത്ത നിലപാടുകൾ, സോഷ്യൽ എഞ്ചിനീയറിംഗ് സ്റ്റെപ്സ് എല്ലാം തിരിച്ചടിക്ക് കാരണമാക്കി. അതെല്ലാം പാളിപ്പോയി എന്നല്ലേ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഹസ്കർ തുറന്നു പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹം അതിൽ നിന്നൊക്കെ എങ്ങനെ മാറാൻ കഴിയുമെന്നുള്ളത് CPM ആലോചിക്കേണ്ടതാണ്. രണ്ടാമത് മഞ്ജുഷ ചൂണ്ടിക്കാണിച്ച കാര്യം, പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഒരു സിദ്ധാന്തമുണ്ട്. രണ്ട് മുന്നണികൾ ഇടതുപക്ഷത്തിനെതിരെ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അഡ്വാൻറ്റേജ് കിട്ടും. അതുകൊണ്ട് തന്നെ തുടർഭരണവും ഉണ്ടാകും. പഞ്ചായത്തുകളിൽ പരമ്പരാഗതമായ ഇടതുപക്ഷത്തിനുള്ള വൻ ശക്തി, അവർക്കെന്നും വലിയ ശക്തി ഉണ്ടായിരുന്നു. അതിനുള്ള കേഡറുണ്ട്, സംഘടനാ സംവിധാനമുണ്ട്, മെഷീനറിയുണ്ട്. എല്ലാ തരത്തിലും പണ്ട് മുതലേ പ്രാദേശിക ഇലക്ഷനിൽ ജയിക്കുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അപൂർവമായിട്ട് നിങ്ങളൊക്കെ പറയുന്നത് 2010ഉം 2000ഉമാണ്. ഞാൻ അതിലും പിറകിലോട്ട് പോകും. 1968 പോലും പഞ്ചായത്ത് ശക്തിയായിട്ടില്ല. 67 9 സീറ്റ് മാത്രം കിട്ടിയ കോൺഗ്രസ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നിർണായകമായ തിരിച്ചുവരവ് നടത്തിയത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴുമുണ്ട്. 1968 അന്ന് പഞ്ചായത്ത് ഭരണ ശക്തി ആയില്ലെങ്കിലും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും എല്ലാം അന്ന് UDF അല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നത്. ജനം അത്രത്തോളം ഒരു കൊല്ലം കൊണ്ട് ഭരണവിരുദ്ധ വികാരം എത്ര ശക്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ ഓർക്കുന്നത് 1968 ആണ്. നിങ്ങൾ 2010ഉം 2000ഉമാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തവണ വന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. നമുക്കാര്യത്തിൽ യോജിക്കാം, നമുക്ക് എല്ലാവർക്കും ഒരു സമവായമുണ്ടാക്കാം. ഭരണവിരുദ്ധ വികാരമാണ് ഇടതുപക്ഷത്തെ ഈ തരത്തിൽ എത്തിച്ചത്. അത് തടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ രണ്ട് ശക്തികൾ CPM-നും LDF-നും എതിരെ നിൽക്കുമ്പോൾ അവിടെ ഈ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റായി പോകുമെന്നുള്ളതാണല്ലോ. പക്ഷെ അതുണ്ടായില്ല എന്നിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? അങ്ങനെ വന്നിട്ടുണ്ട്. അതിന്റെ ഗുണം രണ്ടുപേർക്കും കിട്ടുകയും ചെയ്തു. BJP-ക്ക് ഇതിനേക്കാൾ വലിയൊരു ഗുണം കിട്ടാനില്ലല്ലോ. BJP പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുണ്ട് ഇപ്പോൾ. അതെ മഞ്ജുഷ, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. വ്യക്തമായിട്ട് അതിലേക്ക്. നമ്മുടെ പഴയ സിദ്ധാന്തം അങ്ങനെ ആയിരുന്നില്ല. LDF-ഉം UDF-ഉം മാത്രമായിട്ടുള്ള ഒരു ബൈപോളാർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റിൽ വരുമ്പോൾ അത് UDF-ന് ഗുണം ചെയ്യും, അസംബ്ലിയിൽ വരുമ്പോൾ LDF-ന് ഗുണം ചെയ്യും. ഈ തിയറിയാണ് ഇന്ന് തകർക്കപ്പെട്ടത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിശ്ചയമായിട്ടും ഭരണവിരുദ്ധ വികാരം UDF ഏറിയ പങ്ക് കൊണ്ടുപോയി. ഒരു ചെറിയ പങ്ക് തീർച്ചയായിട്ടും NDAക്ക് കിട്ടി. അതിൻ്റെ ഫലമാണ് NDA തിരുവനന്തപുരത്ത് നടത്തിയ നിർണായകമായ ഉജ്ജ്വലമായ വിജയം തന്നെ എന്ന് പറയാം. അതോടൊപ്പം അവർക്ക് തൃപ്പൂണിത്തുറ പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്, പാലക്കാട് നിലനിർത്താൻ കഴിഞ്ഞു, കോഴിക്കോട് 10 സീറ്റ് കോർപ്പറേഷനിൽ കിട്ടി, കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട് 6 സീറ്റോളം കിട്ടി. അപ്പോൾ ഇടതുപക്ഷ ദുർഗങ്ങളിലെല്ലാം അവർ കയറി എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ട വോട്ടുകൾ UDF-ൻ്റേതല്ല, ഇടതുപക്ഷത്തിൻ്റേതാണ്. സാധാരണ കണക്കാക്കുന്ന അങ്ങനെയല്ല. BJP കൊണ്ടുപോകുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റെ UDF-ൻ്റെ വോട്ട് എന്നാണ്. ആ കണക്ക് ഇത്തവണ മാറി. അതിൻ്റെ കാരണം
വ്യക്തമായിട്ട് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അതിൽ UDFന് നേട്ടം കിട്ടിയതുപോലെ ഒരു ചെറിയ പങ്ക് NDAയ്ക്കും കിട്ടി. അതിൻ്റെ ഫലമായിട്ട് NDAയുടെ സീറ്റുകൾ വർദ്ധിച്ചു. താങ്കൾ കാണിച്ച കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. ഈ വാർഡുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ തവണ നേടിയ വാർഡുകളിൽ നിന്ന് ഒരു 25% കൂടുതൽ NDA ഇത്തവണത്തെ വാർഡുകളിൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് UDFൻ്റെയും LDFൻ്റെയും ഒപ്പമെത്താൻ കഴിയുന്നില്ലെങ്കിലും മേഖലകളിൽ എല്ലായിടത്തും കുറേശ്ശെ വളരാൻ കഴിഞ്ഞു. അത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ കാസയുടെ പ്രവർത്തനവും ഒരു പരിധിവരെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ NDAയുടെ അടുത്തുള്ള താല്പര്യവും ഇതെല്ലാം അതിന് കാരണമാക്കി. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ വിധി അത് വ്യക്തമാക്കുന്നത് NDAയ്ക്ക് നേടിയ നേട്ടത്തിൻ്റെ പിറകിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഹെൽപ്പ് ചെയ്തത് യാതൊരു സംശയമില്ല. അത് വന്നിരിക്കുന്നത് UDFയിൽ നിന്നല്ല, അത് LDFയിൽ നിന്നാണ്. വോട്ട് ഷെയറിൻ്റെ കണക്കുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് പൂർണ്ണമായിട്ടും പറയുന്നില്ല. പക്ഷേ വന്നിട്ടുണ്ടോ? എനിക്കത് കിട്ടിയിട്ടില്ല. അത് ഞാൻ സെർച്ച് ചെയ്തിരുന്നു. താങ്കൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ഒരു പ്രാഥമിക കണക്കുണ്ടോ? കിട്ടി. ഞാൻ അതെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞാനത് അയച്ചു തരാം. കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ NDA നേടിയതിനേക്കാൾ 1.72% കൂടുതൽ അവർ നേടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. അതോടൊപ്പം ലെഫ്റ്റിന് 1% കുറവ് വന്നിട്ടുണ്ട്. UDFന് നിർണായകമായൊരു ഷെയർ ഓഫ് വോട്ട് കഴിഞ്ഞാളത്തേക്കാൾ വലുതായിട്ട് കൂടിയിട്ടില്ല. പക്ഷേ ഈ രണ്ടിൻ്റെയും വ്യത്യാസത്തിനിടയിൽ LDFനുണ്ടായ നഷ്ടം ഭീമമാണ്, UDFനുണ്ടായ നേട്ടം വലുതാണ്. അതിനിടയ്ക്കും സാർ ഒരു കാര്യം കൂടി, ഈ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് എപ്പോഴും ജില്ലാ പഞ്ചായത്തിലേക്കാണ്. അങ്ങനെ ഒരു പൊതുധാരണയുണ്ടല്ലോ. അങ്ങനെ പറയുകയാണെങ്കിൽ 7 ജില്ലകളിൽ വീതം 2 മുന്നണിക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ വലിയ വിജയം നേടിയിട്ടുള്ളത് UDF ആണ്. അവർക്ക് കിട്ടിയ ജില്ലകളെല്ലാം വലിയ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ LDFന് അങ്ങനെയല്ല. ചിലയിടങ്ങളിൽ കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. ചില ജില്ലകളിൽ ഇനിയും അത് ഭരണത്തിൽ എത്തുമോ എന്ന് ഉറപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ചെറിയൊരു വ്യത്യാസം LDF UDF തമ്മിൽ ഉള്ളൂ എന്ന് പറയാനാവുമോ? അതോ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും എല്ലാം അതിൻ്റെ കൂടെ കൂട്ടണോ? അല്ല, നിശ്ചയമായിട്ട് സക്കീർ പറഞ്ഞത് കാര്യം വളരെ ശരിയാണ്. കാരണം ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഉണ്ടായിരുന്ന LDFൻ്റെ അടിത്തറ എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. 506 507 എത്രയോ ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേപോലെ ജില്ലാ പഞ്ചായത്തിൽ ഷക്കർ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്. കാരണം നിർണായകമായ സീറ്റുകളുടെ എണ്ണത്തിൽ ഏറ്റവും 7 എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിലുള്ള ജില്ലാ പഞ്ചായത്തുകളുടെ ഈക്വൽ ഡിവിഷൻ അല്ല. അവിടെ അപ്രമാദിത്വം ഈ LDFന് നഷ്ടപ്പെട്ടു. ആ നേട്ടമെല്ലാം കൂടുതലും UDFൽ ചെന്നിരിക്കുന്നു. അപ്പോൾ UDFൻ്റെ വിജയം അത് സമ്പൂർണ്ണമായിട്ട് കേരളം ഒട്ടുക്കത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഒന്നുകൂടി അത് സ്പ്ലിറ്റ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ ആകെ നോക്കുമ്പോൾ ആകെയുള്ള 346 ഡിവിഷനുകളിൽ 196 ഡിവിഷനുകളിൽ UDF ആണ്. LDF ആകട്ടെ 148 ഡിവിഷനിലാണ്. അതാണ് താങ്കൾ പറഞ്ഞ 7 തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ ശരിയാവുകയില്ല. ശരിയാണ്, എണ്ണം നോക്കുമ്പോൾ അങ്ങനെയാണ്. 148 196 UDFന് വ്യക്തമായ മേധാവിത്വം ഇക്കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇതൊരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. 6 മാസം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളൂ. അപ്പോൾ അത് ഈ തരംഗം നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ്. ഇത് അതിഭയങ്കരമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പെട്ടെന്നൊരു കറക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു 2-3 മാസത്തിനകമുള്ളൊരു കറക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീ ഷാക്കിർ പറഞ്ഞതിനേക്കാൾ വലിയ ഒരു ദുരന്തത്തിലേക്കാണ് LDF പോയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സാധാരണഗതിയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് മേൽക്കോയ്മ എല്ലാ തവണയും കിട്ടുന്നതാണ്. നേരിയ ഒരു മുൻതൂക്കമെങ്കിലും അവർക്ക് കിട്ടാതെ പോകാറില്ല. ഇത്തവണ വന്നിരിക്കുന്നത് ഡീലിമിറ്റേഷൻ വഴിയും ഈ വാർഡുകൾ വെട്ടിച്ചുരുക്കി രൂപപ്പെടുത്തിയത് വഴിയുമൊക്കെ ഒരുപാട് സീറ്റുകൾ അധികം പിടിക്കണം. അങ്ങനെ ഒരു തൂത്തുവാരലിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു പ്രയോഗം ഇവിടെ നടത്തിയതെന്നുള്ളത് വ്യക്തമാണ്. തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം. തിരുവനന്തപുരത്ത്